സ്വർണവും കലിയുഗവും തമ്മിൽ എന്താ ബന്ധം? ആ കാര്യം ഞാനീ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണിച്ചിട്ടുള്ള ആ ചുമന്ന ബട്ടണിലുള്ള സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി ഒന്ന് കാണണേ. നമുക്കിനി നോക്കാം സ്വർണം ഇതെങ്ങനെ ദോഷമാണ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, എന്നിട്ട് ഇവന് ഒരു ജോലിയും മേടിച്ചു കൊടുത്തു, കല്യാണം 125 പവൻ സ്വർണം മേടിച്ച് ഒരു കല്യാണവും അവന് നടത്തി കൊടുത്തു. പക്ഷേ ഈ പെണ്ണ് വന്ന് കയറി അന്ന് തൊട്ട് ഞങ്ങൾക്കൊരു സമാധാനവും ഇല്ല, ഞങ്ങളെ ആരും അവളൊരു വകവെക്കുന്നില്ല, അവൾക്ക് ഞങ്ങളെ ഒരു വിലയുമില്ല എന്നവർ പറയുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിലൊരു 100 പൗണ്ട് സ്വർണ്ണം ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? വേണ്ട. ആ 100 പൗണ്ട് സ്വർണം നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ട് പുറത്തെവിടെയെങ്കിലും സമാധാനമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുമോ? അതും വേണ്ട. ആ 100 പൗണ്ട് നിങ്ങൾ ശരീരത്തിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പേടിയില്ലാതെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വരാൻ പറ്റുമോ? ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ഒരു 100 പൗണ്ട് സ്വർണം മേടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നതിന് തന്നെ നമുക്ക് പേടിയാണ്. സ്വർണം കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ഇതുണ്ടോ? സമാധാനമുണ്ടോ? ഒരിക്കലുമില്ല. അത് എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കലിയുഗം എങ്ങനെ അത് തുടങ്ങി അത് നമ്മൾ അറിയണം. എല്ലാവർക്കും അറിയാം, മഹാഭാരത യുദ്ധം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം അവിടം വരെ എല്ലാവർക്കും അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ആൾക്കാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ പാണ്ഡവർ ജയിച്ചു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അവർ നാട് നല്ല രീതിയിൽ ഭരിച്ചു. ഒരു കുഴപ്പമില്ല, നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സുഖമായിട്ട് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നു. ഈ അർജുനന് ഒരു കൊച്ചുമോനുണ്ടായിരുന്നു, പൃഥ്വി എന്ന പേര്. ഇതൊന്നും ആർക്കും അങ്ങനെ ഡീപ്പായിട്ട് അറിയില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അർജുനൻ എന്ത് ചെയ്യും? പൃഥ്വിനെ രാജാവാക്കും. അങ്ങനെ പൃഥ്വി രാജാവായിട്ട് മാറും. അങ്ങനെ പൃഥ്വി രാജാവ് നാട് ഭരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ പാണ്ഡവരും പാഞ്ചാലിയും കൂടി ഹിമാലയത്തിലേക്ക് അങ്ങ് പോകും. അന്നേരം നാടിങ്ങനെ പൃഥ്വി രാജാവ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം കാട്ടിലേക്ക് അങ്ങ് വേട്ടയ്ക്ക് പോകും. അങ്ങനെ വേട്ടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവരുടെ കൂടെയും കുറച്ച് പേരുണ്ട്. അന്നേരം ഒരു ഭീകരനായിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടു. ഭയങ്കര അതിഭീകരനായിട്ടുള്ളൊരു മനുഷ്യൻ. അവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാവും. അത്രയ്ക്കും വലിയ മുഖവും ശരീരവും എല്ലാം കൂടി. ബാക്കി എല്ലാവരും കയറി ഓടാൻ തുടങ്ങും. പക്ഷേ പൃഥ്വി രാജാവ് ഓടത്തില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അർജുനൻ്റെ കൊച്ചുമോനല്ലേ. അതുകൊണ്ട് പൃഥ്വി രാജാവ് ധൈര്യമായിട്ട് ചെന്നിട്ട് ചോദിക്കും, ഇത് എൻ്റെ രാജ്യമായത്, എൻ്റെ രാജ്യത്തിൽ ഞാൻ ഭരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ ആരാ നീ? അന്നേരം നമസ്കാരം രാജാവേ, എൻ്റെ പേരാണ് കലി, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ അഭയം തേടി വന്നേക്കുക, ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അന്നേരം രാജാവിനറിയാം കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് രാജാവ് പറയും, ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ രാജ്യത്ത് നീ ഒന്ന് വാഴാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം പറയും, രാജാവേ, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഞാനൊരു ഭീകരജീവി ഒന്നും അല്ല. ഞാൻ ആദ്യം കൃതയുഗമായിരുന്നു, അത് കഴിഞ്ഞ് ത്രതയുഗമായി, പിന്നെ ദ്വാപരയുഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതും അവസാനിക്കാറായി, ഇനി കലിയുഗം എൻ്റെ യുഗം തുടങ്ങാൻ പോവുക. അതുകൊണ്ട് രാജാവ് എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറയും. അന്നേരം രാജാവ് ആലോചിക്കുമ്പം ഇവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാ. അന്നേരം കലി പറയും, ഓരോരോ സമയത്തിനും ഓരോരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നടന്നേ പറ്റൂ എന്ന് പറയുമ്പം രാജാവിന് മനസ്സിലാവും, ഈ പൃഥ്വി രാജാവിന്, ഓക്കെ ശരി, നീ പറയുന്ന കാര്യമാണ്, നീ എൻ്റെ അടുത്ത് അഭയം തേടി വന്നേക്കുവാന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്തോ, നിനക്ക് ഞാൻ എൻ്റെ രാജ്യത്ത് ഒരു 4 സ്ഥലം തരാം, അവിടെ മാത്രം നീ ജീവിച്ചോണം, കലിയുടെ കളി അങ്ങ് കാണിക്കണം, ബാക്കിയുള്ള സ്ഥലത്തൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയും. ശരി എന്ന് പറയും. 4 സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് മദ്യം കച്ചവടമായാലും മദ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിനക്ക് ജീവിക്കാം. രണ്ടാമത് വ്യഭിചാരം, പെണ്ണുങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരം ചെയ്യുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയും നിനക്ക് ജീവിക്കാം. 2. മൂന്നാമത് ചൂതാട്ടം, എവിടെയൊക്കെ ചൂതാട്ടങ്ങളുണ്ടോ, ചീട്ടുകളി അങ്ങനെയുള്ള ചൂതാട്ടങ്ങളൊക്കെ ഉണ്ടോ
അവിടെയും നിനക്ക് ജീവിക്കാം. നാലാമത് ധർമ്മം എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അവിടെയും നിനക്ക് ജീവിക്കാം. ഈ 4 സ്ഥലവും നിനക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് ഈ രാജാവ് കൊടുക്കും, പൃഥ്വിരാജാവ്. അന്നേരം കലി പറയും, രാജാവേ ഇത്രയും എനിക്ക് പോരാ, എനിക്ക് ഇനി ഒരു സ്ഥലവും കൂടെ തരുമോ എന്ന് ചോദിക്കും. അന്നേരം ഈ രാജാവിനറിയാം സ്വർണം എന്ന് പറയുന്നത് അത് ഒറിജിനലായിട്ടുള്ള ഒരു വാല്യുബിൾ പ്രോഡക്റ്റ്സ് അല്ലെന്ന് രാജാവിനറിയാം. അന്നേരം ഈ രാജാവ് പറയും, ഒരു കാര്യം ചെയ്തോ, സ്വർണത്തിൽ നിന്ന് തന്നെ നീ അങ്ങ് തുടങ്ങിക്കൊള്ളാൻ പറയും. അന്നേരം ശരി രാജാവേ, ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കലി അങ്ങ് പോവും. രാജാവ് ഇങ്ങനെ വേട്ടയ്ക്ക് കുറച്ചും കൂടെ പോയിട്ട് അങ്ങ് ക്ഷീണിതനാവും. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി വെള്ളം ദാഹിക്കും. കാട്ടിനകത്ത് നോക്കുമ്പോൾ ഒരു ഗുരുകുലം ഉണ്ടാവും, പിള്ളേരൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന ഗുരുകുലം. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഋഷി നല്ല ധ്യാനത്തിലായിരിക്കും. അന്നേരം അടുത്ത് ചെന്നിട്ട് രാജാവ് ചോദിക്കും, ഞാനിങ്ങനെ രാജാവ് വന്നേക്കുന്നു, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കും. പക്ഷേ ഈ ഋഷി എന്ന് പറയുന്ന ഈ മുനി അവർ നല്ല ഡീപ്പ് മെഡിറ്റേഷനിൽ ധ്യാനത്തിലായിരിക്കുന്നതുകൊണ്ട് ഋഷിക്ക് ഈ രാജാവ് പറയുന്നതൊന്നും കേൾക്കില്ല. വീണ്ടും രാജാവ് ഇച്ചിരി കൂടെ ഉറക്കെ ചോദിക്കും, എന്നിട്ടും കേൾക്കത്തില്ല. രാജാവിൻ്റെ കയറി അങ്ങ് ദേഷ്യം വരും. രാജാവിൻ്റെ മനസ്സിനകത്ത് ഒന്ന് തോന്നും, ഞാൻ ഇത്രയും വലിയൊരു രാജാവ്, ഞാൻ ഇത്രയും പ്രാവശ്യം ബഹളം വെക്കുന്നു, നീ ഇത് അഭിനയിക്കുന്നതാണൊക്കെ ഇരിക്കുമെന്നോ എന്ന് പറഞ്ഞ് രാജാവിന് ദേഷ്യം വരും. സംഭവം അവിടെ എന്തുവാന്ന് പറഞ്ഞാൽ, രാജാവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് കിരീടം ഉണ്ടാവും. ഈ രാജാവിനും പൃഥ്വിരാജാവിനും സ്വർണ്ണ കിരീടം ഉണ്ടായിരുന്നു. രാജാവ് പറഞ്ഞ് സ്വർണത്തിലും നിൻ്റെ കളി അങ്ങ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് കലിക്ക് കൊടുത്തങ്ങ് പറഞ്ഞു വിടും. പക്ഷേ ഈ കിരീടം എന്ന് പറഞ്ഞാൽ തലയിരിക്കുക, കലി തലയിൽ കയറിയിരിക്കുന്നു രാജാവിൻ്റെ. അങ്ങനെ കലി ഇരുന്നുകൊണ്ടാണ് ഈ രാജാവിന് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അന്നേരം രാജാവ് എന്ത് ചെയ്യും, ആ ദേഷ്യത്തിൽ ആ ഋഷിയെ അങ്ങ് കൊല്ലാനായിട്ട് അമ്പങ്ങെടുക്കും. അമ്പും വില്ലും എടുത്ത് കൊല്ലാൻ പോകുന്ന സമയത്ത് ഈ രാജാവ് ഒരുപാട് പുണ്യപ്രവൃത്തികളൊക്കെ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന ഋഷിയെ കൊല്ലാൻ ഉള്ള മനസ്സ് ഈ രാജാവിന് വരത്തില്ല. എന്നിട്ട് ഈ പൃഥ്വിരാജാവ് എന്ത് ചെയ്യും, ദേഷ്യത്തിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പ് അവിടെ കിടക്കും, അതെടുത്ത് ധ്യാനത്തിൽ ഇരുന്ന ഋഷിയുടെ കഴുത്തിലെടുത്തിട്ടിട്ട് അങ്ങ് പോവും. അവിടെ ഇരിക്കുന്ന ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന അവരുടെ സ്റ്റുഡൻസ് അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഋഷിയുടെ മോൻ അവിടുത്തെ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പിള്ളേർ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഇങ്ങനെ നമ്മുടെ ഗുരുവിനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയും. അത് കേട്ടപ്പം പറയുന്ന ഋഷിയുടെ മോന് ദേഷ്യം വരും. ഋഷിയുടെ മോൻ വെള്ളം എടുത്തിട്ട് ശപിക്കും, ഇതാരെങ്കിലും ആയിക്കോട്ടെ, ഒരാഴ്ചക്കകത്ത് വെച്ച് നീ നല്ലൊരു കൊടൂരമായിട്ടുള്ള ഒരു വിഷമുള്ള പാമ്പ് കടിച്ച് മരിക്കുന്ന ശപിക്കും. എന്നിട്ട് തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് ധ്യാനം കഴിയുമ്പം ഋഷി ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെയൊക്കെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും മോൻ. അന്നേരം ഋഷി എന്ത് ചെയ്യും, വീണ്ടും ധ്യാനത്തിൽ പോയിട്ട് നടന്ന കാര്യങ്ങൾ എന്തുവാന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ധ്യാനത്തിൽ ചെന്നിട്ട് അത് ഓർക്കുമ്പം മനസ്സിലാവും രാജാവിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. പക്ഷേ രാജാവിൻ്റെ ആ കിരീടത്തിലുള്ള സ്വർണത്തിൻ്റെ മുകളിലിരിക്കുന്ന കലിയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് രാജാവിന് മനസ്സിലാവും. നീ അറിയാതെ നീ ശപിച്ചല്ലോ, നീ രാജാവിന് നീ ചെയ്ത തെറ്റല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ ഈ പറയുന്ന ഋഷി ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകും. അങ്ങനെ അവിടെ ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ, രാജാവ് തലയിരിക്കുന്ന കിരീടം എടുത്ത് മാറ്റിയ ശേഷവ ഈ നടന്ന കാര്യങ്ങളെല്ലാം രാജാവിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അറിയാതെ ചെയ്തല്ലേ. അതേ കണക്ക് ഈ പൃഥ്വിരാജാവും ഈ ശാപമേറ്റ് 7ാമത്തെ ദിവസം തന്നെ പാമ്പ് കടിയേറ്റ് അങ്ങ് മരിക്കും. ഇങ്ങനെ കലിയുഗം തുടങ്ങുന്നത്. ഇത്രയും വലിയ ഒരു രാജാവിന് തന്നെ ആ ഗതിയാണെന്നുണ്ടെങ്കിൽ സാധാ മനുഷ്യൻ നമുക്ക് എന്തുമായിരിക്കും. അതാന്ന് പറയുന്നത്, കലിയുഗത്തിൽ സ്വർണം എവിടൊക്കെ ഉണ്ടോ അവിടെ മൊത്തം പ്രശ്നങ്ങളുണ്ട്. കലിയുടെ കളി അവിടെ മൊത്തം ഉണ്ട്. അതുകൊണ്ട് സ്വർണം ഈ കലിയുഗത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.